എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മാഗീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു അച്ചാറാണ്. ഈ അച്ചാർ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്, പക്ഷെ അതിൽ ചെറിയൊരു വെറൈറ്റി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനുള്ള സാധനങ്ങളാണ് ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത്. 2 ബീട്രൂട്ട്, ഒരു 3-4 ക്യാരറ്റ്, പിന്നെ പാകത്തിന് ഈത്തപ്പഴം, പാകത്തിന് പച്ചമുളക്. പിന്നെ ഞാൻ ഇതിൽ ആരും ചെറിയ ഉള്ളി ഇതിൽ കൂട്ടലില്ല, പക്ഷെ ഞാൻ ഇതിൽ ചെറിയ ഉള്ളി കൂട്ടുന്നുണ്ട് കുറച്ച്. അതാ ഞാൻ പറഞ്ഞ കുറച്ച് വെറൈറ്റി പോലെ ഞാൻ ആക്കുന്നതാണ്. പിന്നെ പാകത്തിന് വെളുത്തുള്ളി, ജീരക, ഉലുവയും പൊടിച്ചത്, പിന്നെ കടുക്, പരിപ്പ്, ആവശ്യത്തിന് സിർക്ക. നമുക്ക് എന്നിട്ട് ഇതെല്ലാം ഒന്ന് പാകാക്കിയിട്ട് വരാം. ഞാൻ ഈ പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും വെയിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തപ്പം മൈക്കിന് എന്തോ ചെറിയൊരു തകരാറ് വന്ന്, അപ്പം ഞാനത് കട്ടാക്കി. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുത്തത് സിർക്ക, പിന്നെ ജീരകവും ഉലുവയും പൊടിച്ചത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് അച്ചാർ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇതിലേക്ക് ഇനി 3-4 സാധനം കൂടി ചേർക്കാനുണ്ട്. അത് ആരും ഇതുവരെ ചെറിയ ഉള്ളി ചേർക്കലില്ല, പക്ഷെ ഞാൻ ഈ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് എണ്ണയിൽ വഴറ്റിയിട്ട് ചേർക്കാനുള്ള ഇതിലാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പച്ചമുളകും, അതേപോലെ തന്നെ വെളുത്തുള്ളിയും. അധികം ആളും ചെയ്യുന്ന വെച്ചാൽ ഈ വെളുത്തുള്ളി പച്ച തന്നെ ഇടുമ്പോൾ എല്ലാവരും തിരിഞ്ഞ് മാറ്റി വെച്ച് അധികം ആളും കളയലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് 3ഉം ഞാൻ എണ്ണയിൽ വഴറ്റിയിട്ട് ഇടാനാണ് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് വഴറ്റാനുള്ള നോക്കാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പിട്ട് വെച്ച് കത്തിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് എള്ളെണ്ണ ഇതിലൊഴിച്ച്, എള്ളെണ്ണയിലാണ് ഇത് വറുത്തെടുക്കേണ്ടത്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ആരും ചെയ്യലില്ല, പക്ഷെ ഞാനിത് ഇന്നൊന്ന് ചെയ്ത് നോക്കുന്നതാണ്. എല്ലാവരും ഇനി ബീട്രൂട്ട് അച്ചാർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും ആക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കി നോക്ക്. പിന്നെ അതിൽ ഇപ്പം ചെറിയ ഉള്ളി ആരും ഇടാറില്ല, പക്ഷെ ഞാൻ ചെറിയ ഉള്ളി കുറച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് നല്ല ടേസ്റ്റും ഉണ്ടാവും, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. ഇപ്പോൾ ഓണല്ലേ, അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കുറച്ച് അച്ചാറെല്ലാം വീട്ടിലുണ്ടാക്കുന്നത് ഏറ്റവും നല്ലതല്ലേ. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കും. വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ചെറിയ ഉള്ളിയും നമുക്ക് ഏകദേശം പാകമായി. ഈ പാകത്തിൽ വേണം വറുത്തിട്ട് നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇടാൻ വേണ്ടി. അതേപോലെ തന്നെ പച്ചമുളകും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇതാ ഇടുന്നുണ്ട്. ഇതാ ഇങ്ങനെയാണ് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വഴറ്റിയിട്ട് ഈ അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് വെറൈറ്റി തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. പച്ചമുളകും ചെറിയ ഉള്ളിയും ഇതേപോലെ വറുത്ത് ഇടുക. ഇതാ, എന്നിട്ട് നന്നായി കൂട്ടി യോജിപ്പിച്ച് എല്ലാം നല്ലോണം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം പാകത്തിന് ഉപ്പും പുളിയും. അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡിയായി ആയിട്ടില്ലേ?
കുറച്ച് കടുക് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് കടുകിൻ്റെ പരിപ്പാണേ. ഇത്രയേ വേണ്ടു. അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എള്ളെണ്ണയിൽ വഴറ്റി എണ്ണ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിലേക്കിട്ട് ഇളക്കി കൂട്ടി നല്ല അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വിജയിപ്പിക്കുക. നന്ദി, നമസ്കാരം.